തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരുത്സാഹപ്പെടുത്തുന്നത് എന്തിനാണ്? അവരൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ആ ശ്രമിക്കാൻ പോലും പാടില്ല. ഞങ്ങൾ അളിയനും കൂടി മാറി മാറി ഭരിക്കും എന്ന രീതിയിൽ അങ്ങനെ അങ്ങ് കൊണ്ടുപോകുന്നത് ശരിയല്ലല്ലോ. ഇന്ത്യ മുന്നണിയിലെ LDFും UDFും രണ്ടുപേരും ഇങ്ങനെ കൈമാറി താലം കൈമാറുന്നത് പോലെ അധികാരം കൈമാറുന്നു. കഴിഞ്ഞ തവണ മാറാൻ പറ്റിയില്ല, പിണറായി വിജയൻ തരുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ ഇരുന്നു. ഇവിടെ ഫ്രം സ്ക്രാച്ച് ടു പൊളിറ്റിക്കൽ മെച്യൂരിറ്റി, അതാണ് ഞാൻ ഈ ഒരു മാറ്റത്തെ കാണാനായി ആഗ്രഹിക്കുന്നത്. കാരണം 20% വരെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കനുസരിച്ച് അത്രയും വോട്ട് ഷെയറിലേക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെയുള്ള ഒരു വളർച്ചയാണ് അസമിലായാലും ത്രിപുരയിലായാലും തെലങ്കാനയിലായാലും ഒഡീഷയിലായാലും BJPക്ക് ഉണ്ടായത്. അസാധ്യമെന്ന് തോന്നിയിരുന്ന ഒഡീഷയിലൊക്കെ BJP ഇത്രയും വളരുമെന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഘട്ടത്തിലാണ് BJP ഒഡീഷയിൽ വളർച്ച കൈവരിച്ചത്. കാരണം പ്രാദേശികമായി വലിയ സ്വാധീനമുള്ള പാർട്ടികൾ നിൽക്കുന്ന ഒഡീഷയിൽ സാധ്യമായ ഒന്നാണ് നമ്മളവിടെ കണ്ടത്. ആ ഒരു മോഡൽ അത് കേരളത്തിൽ അസാധ്യമാണെന്ന് എഴുതി തള്ളരുത്. കാരണം BJPക്ക് കൃത്യമായ ഒരു മെക്കാനിസം ഉണ്ട്. അത് അമിത്ഷായ്ക്ക് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യാനറിയാം. അമിത്ഷാ ഒരു കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ മാത്രം നിങ്ങൾ കാണരുത് എന്നതാണ് എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ്. പലതരത്തിൽ എന്താണ് ഒരു പ്രദേശത്തിന് യോജിച്ച സ്ട്രാറ്റജി അത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യാൻ, അത് ആളുകളെ കൊണ്ട് കൃത്യമായി പണിയെടുപ്പിക്കാൻ അദ്ദേഹത്തിന് അറിയാം.